മലയാളികളുടെ പൊന്നുകുടം. ഒരു പൊന്നുമോൻ. അതെ, നമ്മുടെ സ്വന്തം ബേസിൽ ജോസഫ്. കൂടെ ലിജോ മോൻ. ബേസിലെ ചേട്ടാ, ബേസിലേട്ടാ, ഞാൻ ഒരു ഷെയ്ക്കിന് തരട്ടെ. എന്തുമാത്രം അതെ, ഇത് എങ്ങനെ ഏറ്റു വാങ്ങിയതൊക്കെ. എനിക്ക് ആത്മാർത്ഥത്തോടുകൂടി ഒരു ഷെയ്ക്കിന്. ആ ചിരി കണ്ടോ? നമുക്ക് ഇവരോട് സംസാരിക്കാം. അതെ. പക്ഷെ അതിനു മുൻപ് ഒരു കാര്യം നമുക്ക് ഇവിടെ കാണണം. പ്ലീസ്. നാളെ അജേഷ് എന്ന് പറഞ്ഞൊരു പയ്യൻ ഇങ്ങോട്ട് കയറി കുത്തനാവൻ എന്റെ സ്വഭാവത്തിന്റെ കൈവച്ചേക്കണം. അജേഷ് എൻജോയ്മെന്റ് എനിക്ക് തന്നില്ല. വാശി പിടിക്കാതിരുന്ന എങ്ങനെ നോക്കിയാലും ഒരു 10-25 പോയിന്റ് ഒരു പിടിക്കുള്ള തടിയുണ്ട്. പണിയില്ല പാർട്ടിയില്ല. സ്റ്റെഫി എന്നാ പേര്? അതാ പണി ടെന്നീസ് കളിച്ചിരുന്ന ചേച്ചിയുടെ വരല്ലേ? എന്റെ അപ്പ ആ പെണ്ണുപിള്ള കളിക്കുന്ന സമയത്ത് കടലിൽ പോകത്തില്ലായിരുന്നു. അതെ. നമസ്കാരം ദുബായ്, എല്ലാവർക്കും ഗുഡ് ഈവനിങ്. അടുത്തടുത്താണല്ലോ. അതെ, അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം നിങ്ങളുടെ അടുത്ത് ഇവിടെ വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. ഞങ്ങളുടെ ഒരു പുതിയ സിനിമ ഇറങ്ങിയിട്ടുണ്ട്, വൺ മാൻ എന്ന് പറയുന്ന സിനിമയാണ്. അത് കഴിഞ്ഞ ഒരു 5-6 ദിവസമായി സിനിമ തിയേറ്ററിൽ ഇറങ്ങിയിട്ട് നിങ്ങളെല്ലാവരും കണ്ടിട്ടില്ലാത്തവർ പോയി കാണുക. പൊന്മാൻ അല്ല, പൊന്മാൻ ആണ്. ഈ പറയുന്ന പോലെ ഒരു സ്വർണവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വളരെ സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള ഒരു സിനിമ, എൻ്റർടൈനർ ആയിട്ടുള്ള ഒരു പാക്കേജിങ്ങിൽ ഞങ്ങൾ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിൽ PP അജേഷ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഈ പറയുന്ന എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഇനി ഒരിക്കലും ജീവിതത്തിൽ രക്ഷപ്പെടില്ല, നശിച്ച് കുത്തോളം എടുക്കും എന്നൊക്കെ ആൾക്കാർ പറയും. ഇമ്പോസിബിൾ ആയിട്ടുള്ള ഇനി ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറയുന്ന സാഹചര്യത്തിൽ നിന്ന് പോലും ഫൈറ്റ് ചെയ്ത് സർവൈവ് ചെയ്ത് പിടിച്ച് കയറുന്ന ഒരു ഫൈറ്ററായിട്ടുള്ള ഒരു ക്യാരക്ടറിൻ്റെ കഥയാണ്. അതിൽ ഒരു ഫൈറ്ററായിട്ടുള്ള ക്യാരക്ടറായിട്ട് ഒരു ഫീമെയിൽ ക്യാരക്ടറായിട്ട് ലിജോ മോളും ഉണ്ട്, ലിജോയും ഉണ്ട്. ഈ പറയുന്ന സ്റ്റെഫി ഗ്രാഫ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. പിന്നെ നമ്മുടെ സ്വന്തം ആവേശത്തിലെ അമ്പാൻ സജിൻ ഗോപു, മലിയാനോ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും